Hi children, welcome to LKLS Star Maths class. In നമ്മൾ CBSE 10th Standard Quadratic Equation Exercise 4.3 ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. ഇതാണ് കേട്ടോ. ഈസ് ദ ഫോളോയിങ് സിറ്റുവേഷൻ പോസിബിൾ? ഇഫ് സോ, ഡിറ്റർമൈൻ ദിയർ പ്രസൻറ്റ് ഏജസ്. ദ സം ഓഫ് ദ ഏജസ് ഓഫ് ടു ഫ്രണ്ട്സ് ഇസ് 20 years. കണ്ടോ, രണ്ട് പേരുടെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. സം ഓഫ് ദ ഏജസ് ഓഫ് ടു ഫ്രണ്ട്സ് ഇസ് 20 years. രണ്ട് പേരുടെ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 20 years ആണ്. 4 years ago the product of their ages. കണ്ടോ, 4 വർഷം മുമ്പ് അവരുടെ ഏജുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ, പ്രോഡക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എത്രയാണെന്നാ പറഞ്ഞത്? എന്താണ്? 4 years ago the product of their ages in years was 48. കണ്ടോ, 48 ആയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. മനസ്സിലായല്ലോ അല്ലേ? ഉണ്ടോ, ഈസ് ദ ഫോളോയിങ് സിറ്റുവേഷൻ പോസിബിൾ? ഇത് പോസിബിൾ ആവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോളോയിങ് മീൻസ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ് സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡിറ്റർമൈൻ ദ പെർസെൻറ്റേജസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. സം ഓഫ് ദ ഏജസ് ഓഫ് ദ ടു ഫ്രണ്ട്സ് ഇസ് 20 years. 4 years ago the product of their ages ഇൻ ഇയേഴ്സ് വാസ് 48. 4 വർഷത്തിന് മുമ്പ് അത്രയുമായിരുന്നു. അവരുടെ സം എത്രയായിരുന്നു? 20 ആയിരുന്നു. 4 വർഷത്തിന് മുമ്പ് പ്രോഡക്റ്റ് എത്രയായിരുന്നു? 48 ഇതായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത്. സോ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം. നമ്മൾക്കിവിടെ ഇപ്പോൾ ലെറ്റ് ദ ഏജ് ഓഫ് ഫസ്റ്റ് ഫ്രണ്ട്, നമുക്ക് രണ്ട് പേരുടെ ഏജ് എന്താണെന്ന് നമുക്കിവിടെ തന്നിട്ടില്ല അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ലെറ്റ് ദ ഏജ് ഓഫ് ഫസ്റ്റ് ഫ്രണ്ട്, ഇവിടെ നിന്നാണ് കേട്ടോ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. ഇനി നോക്കിയേ, സം ഓഫ് ദ ഏജസ് ഓഫ് ടു ഫ്രണ്ട്സ് ഈസ് 20. ഇതെന്താണ്? ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ രണ്ട് സുഹൃത്തുക്കളുടെയും ഏജസിൻ്റെ സം എത്രയായിരുന്നാണ് പറഞ്ഞിട്ടുള്ളത്? 20 ആയിരുന്നു. അപ്പോൾ ഒരാളുടെ വയസ്സ് നമ്മൾ എത്രയായിട്ട് എടുത്ത്? എക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നോക്കിയേ, ദോർഫോർ ഏജ് ഓഫ് സെക്കൻഡ് ഫ്രണ്ട്, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫ്രണ്ടിൻ്റെ ഏജ് എങ്ങനെ എടുക്കാം നമുക്ക്? 20. ഇത് ടോട്ടൽ ഏജാണ്, രണ്ട് പേരുടെയും കൂടെ ടോട്ടൽ ഏജാണ് 20. ഒരാളുടെ ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത ആളുടെ ഏജ് എങ്ങനെ എടുക്കാം? ടോട്ടൽ 20 അല്ലേ? 20ൽ നിന്ന് എക്സ് റെഡ്യൂസ് ചെയ്താൽ പോരെ? ക്ലിയർ അല്ലേ? അതാ ഒരാളുടെ വയസ്സ് എക്സ് ആണ്, രണ്ട് പേരുടെയും കൂടെ വയസ്സ് എത്രയാണ്? 20 ആണ്. അപ്പോൾ ഞാൻ പറയട്ടെ, രണ്ട് പേരുടെയും കൂടി വയസ്സ് ഒരു 40 ആണെന്ന് കരുതുക. രണ്ട് പേരുടെ ഏജസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 40 ആയിരുന്നു. അതിൽ ഒരാളുടെ ഏജ് എത്രയായിരുന്നു? 20 ആയിരുന്നു എന്ന് പറയുക. കണ്ടോ, അപ്പോൾ മറ്റേയാളുടെ ഏജ് എന്താണ്? ഇതിൽ നിന്ന് മൈനസ് ചെയ്താൽ പോരെ? 40 - 20. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് ടോട്ടൽ. ആ ടോട്ടലാണ് ഞാനിവിടെ 40 ആയിട്ട് എടുത്തത്. അതിൽ ഒരാളുടെ ഏജ് 20 നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ഒരാളുടെ ഏജ് നമുക്ക് എക്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പം മറ്റേയാളുടെ ഏജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം? 20ൽ നിന്ന് എക്സ് റെഡ്യൂസ് ചെയ്യണം. കണ്ടോ, ടോട്ടലാണിത്. ഇതല്ലേ ടോട്ടൽ? ഇവിടുത്തെ ടോട്ടൽ ഇതാണ്. മറ്റൊരാളുടെ 20 വയസ്സായിരുന്നു എടുത്തിരുന്നത്. അവർ രണ്ട് പേരുടെ ഏജസ് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 40 ഉണ്ടായിരുന്നു. സോ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് കേട്ടോ. 20 - x. ഇനി 4 years ago, 4 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഏജ് ഓഫ് ഫസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ആദ്യത്തെ ആളുടെ എങ്ങനെയായിരിക്കും? നമ്മൾ എടുത്തിട്ടുള്ള എക്സ് ആണ്. സോ 4 വർഷത്തിന് മുമ്പ് അയാളുടെ വയസ്സ് എങ്ങനെയായിരിക്കും? x-4 ആയിരിക്കുമല്ലോ അല്ലേ? ഇതേപോലത്തെ ഒരു സം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏജ് ഓഫ് സെക്കൻഡ് ഫ്രണ്ട്, ഇനി രണ്ടാമത്തെ ഫ്രണ്ട് എപ്പോഴാണ്? 4 വർഷം മുമ്പ്. ഈ രണ്ടാമത്തെ ഫ്രണ്ടിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എടുത്തിരിക്കുന്ന 20 - x ആണ് രണ്ടാമത്തെ ഫ്രണ്ടിൻ്റെ വയസ്സ്. സോ അതിന് 4 വർഷം മുമ്പെന്ന് പറയുമ്പോൾ എന്ത് പറ്റണം? ഇതിൽ നിന്ന് 4 റെഡ്യൂസ് ചെയ്യണ്ടേ? ഇപ്പോൾ ഒരാളുടെ വയസ്സ് ഇപ്പോൾ 25 years ആണെന്ന് കരുതുക. 4 വർഷം മുമ്പ് അയാളുടെ വയസ്സ് എത്രയായിരിക്കും? നമ്മൾ 4 റെഡ്യൂസ് ചെയ്യും അല്ലേ? അപ്പം നമുക്ക് എത്ര കിട്ടി? 21. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതായിരുന്നു ഏജ്. 4 വർഷം മുമ്പെന്ന് പറയുമ്പോൾ ആ 20 - xൽ നിന്ന് 4 റെഡ്യൂസ് ചെയ്തു. സോ 20 - 4 എന്ന് പറഞ്ഞപ്പോൾ എത്ര കിട്ടി? 16x. അപ്പോൾ 4 വർഷത്തിന് മുമ്പ് ആദ്യത്തെ ഫ്രണ്ടിൻ്റെ വയസ്സ് x-4ഉം രണ്ടാമത്തെ ഫ്രണ്ടിൻ്റെ വയസ്സ് 16 - x ആയി. ഇനി നമ്മളോട് ചില കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ട്. സോ നമുക്കത് നോക്കാം അല്ലേ? പ്രോഡക്റ്റ് ഓഫ് ദിയർ ഏജസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വയസ്സ് എത്രയായിരുന്നെന്നാണ് പറഞ്ഞത്? 48 ആയിരുന്നെന്ന് പറഞ്ഞു അല്ലേ? 48. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടോ, x-4 ഇൻറ്റു ഈ 16 - x. ഇത് തമ്മിൽ പ്രോഡക്റ്റാണ്
എക്സ് മൈനസ് 4 ഇൻറ്റു 16 മൈനസ് 6 ഇത് ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ വയസ്സാണ്, ഇത് സെക്കൻഡ് ഫ്രണ്ടിൻ്റെ വയസ്സാണ്. സോ അത് രണ്ടും കൂടി പ്രോഡക്റ്റ് ഇതിപ്പോൾ 48 എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി. ക്ലിയർ ആയില്ലേ? ഇനി നോക്കിയേ, 16 ഇൻറ്റു എക്സ് ഇൻറ്റു 16 മീൻസ് വാട്ട് 16x. Then see x into x1 means x square. ബട്ട് ഇവിടെ എന്താ കൊടുക്കേണ്ടത്? മൈനസ്. ബിക്കോസ് ഇതിൻ്റെ മുന്നിൽ ആരുണ്ട്? പോസിറ്റീവ് ഉണ്ട്. ഇതിൻ്റെ മുന്നിൽ ആരാണ്? നെഗറ്റീവാണ്. സോ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ത് വരും? നെഗറ്റീവ് എക്സ് സ്ക്വയർ വരും. ഉണ്ട്, എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് കേട്ടോ, നെഗറ്റീവ് 4 ഇൻറ്റു 16. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 പോസിറ്റീവ് ആണ് കേട്ടോ. സോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ വരിക? നെഗറ്റീവ്. 16 ഇൻറ്റു 4 എന്ത് കിട്ടും? 64. ക്ലിയർ ആയില്ലേ? ദെൻ ഇനി വരുന്ന നോക്കൂ, നെഗറ്റീവ് 4 ഇൻറ്റു നെഗറ്റീവ് എക്സ്. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് 4x. ക്ലിയർ? ഈക്വൽ ടു 48. ഇത്രയും ഓക്കെ ആയല്ലോ. കണ്ടോ? അപ്പോൾ നമ്മളൊരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ഇനി നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ പ്രകാരം വിച്ച് മീൻസ് വാട്ട് എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പ്രകാരം ഒരിക്കലും എന്താ നമുക്ക് ഫസ്റ്റ് വരേണ്ട പവർ എക്സിൻ്റെ പവർ സ്ക്വയറാണ്, ഒരിക്കലും ഇത് വരില്ല അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. നോക്കിയേ, മൈനസ് എക്സ് സ്ക്വയർ ദെൻ പ്ലസ് 6x ദെൻ എന്താണ് പ്ലസ് 4x ദെൻ മൈനസ് 64. ഇനി ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്തായി? മൈനസ് 48 ഈക്വൽ ടു 0. ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് എടുത്ത് കറക്റ്റ് ചെയ്ത് എഴുതിയതാണ് കേട്ടോ. എക്സ് സ്ക്വയർ ആദ്യം വന്നു, പിന്നെ എക്സ് ഉള്ളതൊക്കെ ഒരുമിച്ച് വന്നു, പിന്നെ എന്ത് ചെയ്തു? ഇൻറ്റിജേഴ്സ് വന്നു. ഈ 48 ഈക്വൽ സൈൻ്റെ അപ്പുറയാണ്, അതിനെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ മൈനസ് 48 ആയി. പോസിറ്റീവ് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് മൈനസ് 48 അത് ക്ലിയർ ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കിയേ, ഈ മൈനസ് എക്സ് സ്ക്വയർ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതാ നോക്കിയേ, 16x-ഉം 4x-ഉം എന്താണിത്? എക്സിൻ്റെ കോഫിഷ്യൻറ്റുകളാണ് വന്നിട്ടുള്ളത്, ലൈക്ക് ടേംസ് എന്ന് പറയൂ അല്ലേ? സോ ഇത് രണ്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 20x. ദെൻ ഇത് രണ്ടും കൂടെ ഇൻറ്റിജേഴ്സ്. സോ ഈ 16x-ഉം 4x-ഉം കൂടെ ചെയ്താണ് ഈ 20x. ഇനി നമുക്ക് ആരാ ഉള്ളത്? മൈനസ് 64 ഉണ്ട്, മൈനസ് 48 ഉണ്ട്. അപ്പോൾ നെഗറ്റീവ് കൂടെ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? ആഡ് ചെയ്തിട്ട് അതിന് മൈനസ് സൈൻ കൊടുക്കും. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 112. സോ ഈക്വൽ ടു 0 ഉണ്ടോ? അപ്പോൾ മൈനസ് എക്സ് പ്ലസ് 20x മൈനസ് 112 ഈക്വൽ ടു 0. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇവിടെ ഉണ്ട്. സോറി കേട്ടോ, അവിടെ എക്സ് സ്ക്വയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം ചിന്തിക്കേണ്ടത് വെച്ചാൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഒരിക്കലും എന്താവാൻ പാടില്ല? മൈനസ് സൈൻ മുന്നിൽ വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, മൾട്ടിപ്ലൈ ബൈ നെഗറ്റീവ് കൊണ്ട് ഇതിനെല്ലാത്തിനെയും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നോക്കിയേ, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എക്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? പോസിറ്റീവ് എക്സ് സ്ക്വയർ. കണ്ടോ? നെഗറ്റീവ് ഇൻറ്റു 20x എന്ന് പറയുമ്പോൾ എന്ത് കിട്ടി? നെഗറ്റീവ് 20x. ദെൻ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് 112 എന്ന് പറയുമ്പോൾ എന്താ? പോസിറ്റീവ് 112 ഈക്വൽ ടു 0. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളിവിടുത്തെ മൈനസ് സൈനെയൊക്കെ നമ്മൾ മാറ്റിയെടുത്ത് ഇപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അത് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ പവർ 2 ആകുമ്പോൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. കണ്ടോ? അപ്പോൾ അതൊന്നുകൂടെ എടുത്തെഴുതി. എക്സ് സ്ക്വയർ മൈനസ് 20x പ്ലസ് 112 ഈക്വൽ ടു 0. ഇനി നമ്മൾക്ക് നമ്മുടെ ഡിസ്ക്രിമിനൻറ്റ് പാർട്ടിലേക്ക് പോകണം. എന്താണ് നമ്മുടെ ഡിസ്ക്രിമിനൻറ്റ് പാർട്ട്? ബി സ്ക്വയർ മൈനസ് 4ac ആണ്. ഈ ഡി എന്ന് പറയുന്നത് എന്താണ്? ഡിസ്ക്രിമിനൻറ്റ്. സോ അത് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അല്ലേ? ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ബി സ്ക്വയർ നമുക്ക് ആദ്യം ഇതിനകത്ത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഇതൊക്കെ എടുത്തൊന്ന് ഇവിടെ വെക്കാം. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റ് ആയിട്ടുള്ള 1 ആണ്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി ബി എന്ന് പറഞ്ഞാൽ ആരാണ്? ദാ ഈ മൈനസ് 20 ആണ് ബി. കണ്ടോ? ഇനി സി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വരുന്ന ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള നമ്പറാണ് 112. കണ്ടോ? അപ്പോൾ നമ്മൾ എ എഴുതി, ബി എഴുതി, സി എഴുതി. ക്ലിയർ ആയില്ലേ? ഇനി അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ബി സ്ക്വയർ മൈനസ് 4ac. സോ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി നമ്മൾ ഓൾറെഡി എഴുതിയിട്ടു, നെഗറ്റീവ് 20. സോ നെഗറ്റീവ് 20 ഹോൾ സ്ക്വയർ മൈനസ് 4. ഏതാണ് 4? ഈ 4 അല്ലേ? ഇക്വേഷനിലുള്ള 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1 ആണ്. ദെൻ സി എന്ന് പറഞ്ഞാൽ 112 ആണ്. ക്ലിയർ ആയല്ലോ? സോ നെഗറ്റീവ് 20 ഇൻറ്റു നെഗറ്റീവ് 20 എന്ത് കിട്ടും? നമുക്ക് 400 കിട്ടും അല്ലേ? പോസിറ്റീവ് 400. ദെൻ ഈ മൈനസ് ഇവിടെ കൊടുക്കുക. ദെൻ നോക്കിയേ, ഇത് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടിയ? 448 കിട്ടും. ക്ലിയർ ആയില്ലേ? അപ്പോൾ 400 മൈനസ് 448 എന്താ നമുക്ക് കിട്ടിയെന്ന് നോക്കിയേ?
48. പക്ഷേ അതിൻ്റെ മുന്നിൽ ആരാ ഉള്ളത്? മൈനസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇത് ചെറുത്, ഇത് വലുതാണ്. സോ ഈ വലിയ നമ്പറിൻ്റെ മുന്നിൽ കിടക്കുന്നത് മൈനസ് ആയതുകൊണ്ട് ആൻസറിൽ നമ്മൾ എന്ത് കൊടുക്കണം? -48 കൊടുക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കിയേ. b² - 4ac ആണ് ഈ ചെയ്ത് വന്നത്. അപ്പോൾ b² - 4ac ആൻസർ എന്താ കിട്ടിയത്? -48 ആണ്. ദിസ് ഈസ് ലെസ് ദാൻ 0. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? b² - 4ac ഇസ് ലെസ് ദാൻ 0. അപ്പോൾ നമുക്ക് ഡിസ്ക്രിമിനൻ്റ് പാർട്ട് കിട്ടിയത് ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടെ എന്താ പഠിച്ചിട്ടുള്ളത്? നോ റിയൽ റൂട്ട് എക്സിസ്റ്റ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? നോക്കിയേ. ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ എഴുതാം. ഹെൻസ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹാസ് നോ റിയൽ റൂട്ട്സ്. കണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഇതിൻ്റെ മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. സോ ഇവിടെ വെച്ച് നമുക്കത് നിർത്താം. ക്ലിയർ ആയല്ലോ? സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഇത് പോസിബിൾ ആവോ അല്ലയോ എന്നാണ് അല്ലേ? സോ ഇത് പോസിബിൾ അല്ല. കാരണം നമുക്ക് കിട്ടിയത് b² - 4ac ലെസ് ദാൻ 0 ആയിട്ട് കിട്ടിയതുകൊണ്ട് നമ്മുടെ ഈ ഒരു സമ്മിൻ്റെ ആൻസർ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.